ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ നമ്മുടെ കുറവുകളുടെ അഴുക്കുചാലുകളിൽ നിന്നും വിളിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, ഒരു പരിശീലനത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു, നമുക്കൊരു മാറ്റം കൊണ്ടുവരുന്നു. അതിനുശേഷം ദൈവം നമ്മളെ വീണ്ടും അതേ സാഹചര്യത്തിൻ്റെ നടുക്കിൽ കൊണ്ടു നിർത്തുന്നു. ഞാൻ അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് എൻ്റെ ആത്മാവിൽ ഞാനിപ്പോൾ ആയിരിക്കുക. ഞാൻ എന്തിൽ നിന്നൊക്കെ ഓടി, നമ്മളൊരു സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് ഓടി നമ്മൾ ദൈവത്തിന് ഈശോയുടെ അടുത്തേക്ക് എത്തി. നമ്മൾ ഈശോയുടെ കൂടെ കുറേ നാൾ താമസിച്ചു. അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഈശോ പഠിപ്പിച്ചു, ഈശോ മനസ്സിലാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഈശോ പറയുവാണ്, മതി, ഇനി നിൻ്റെ കെട്ടിയും പാട്ടൊക്കെ എടുത്ത് നീ എങ്ങോട്ടാണോ വന്നത് അങ്ങോട്ട് തന്നെ മടങ്ങി പോവുക. അപ്പം ഞാൻ പറയും, നമ്മൾ പറയൂലേ, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്, അവിടെ മോശപ്പെട്ട കാര്യങ്ങളുണ്ട്, അവിടെ ഒരുപാട് എന്നെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, എന്നെ ട്രിഗർ ചെയ്യുന്ന, എന്നെ ഓർമ്മപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അവിടെ ടെംപ്റ്റേഷൻസ് ഉണ്ട്, അവിടെ തിന്മയുണ്ട്, അവിടെ അശുദ്ധിയുണ്ട്, അപ്പം എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത് എന്ന് പറയുമല്ലോ. അപ്പം ദൈവം പറയുക നമ്മളോട്, അതല്ല നിങ്ങളെ അപ്പോഴാണ് നീ തെളിയിക്കേണ്ടത്, നീ എന്തുമാത്രം പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം നിൻ്റെ വിശ്വാസത്തിൻ്റെ വേര് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കിപ്പിക്കേണ്ടത്, നീ തെളിയിക്കേണ്ടത് നീ അതിൻ്റെ നടുക്ക് പോയി നിന്നിട്ടോ. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ, അതായത് നമ്മൾ ഇത്ര നാൾ സേഫായിരുന്നു, നമ്മൾ ഇത്ര നാൾ സേഫായിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പമായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, വിശുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, ഇഷ്ടമില്ലാത്തവരെ കാണുന്നില്ല, പാപത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ പാപത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ പാപം ചെയ്യാതിരിക്കണം. നമുക്ക് നമ്മുടെ എല്ലാ മുറിവുകളും ദൈവം ഇങ്ങനെ തുറന്ന് കാണിച്ചു തരുന്നു. നമ്മുടെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുറവുകൾ ദൈവം നമുക്ക് തുറന്ന് കാണിച്ചു. നിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ളൊരു സ്നേഹദാഹമുണ്ട്, നിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം പാപത്തിൻ്റെ അവസ്ഥകളുണ്ട്, നീ പണ്ട് ഇന്ന ആളുകളോട് ക്ഷമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിന്നെ ഇന്ന് അങ്ങനെ നമ്മളെ വീണ്ടും ഒരു സ്കാനിങ്ങിലൂടെ കടത്തിക്കൊണ്ടുപോയി നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളെയും ദൈവം നമ്മുടെ കൺമുമ്പിൽ വീണ്ടും അഴിച്ചു വെച്ച് നമുക്ക് കാണിച്ചു തരുവാണ്. നമ്മുടെ മുറിവുകളെ നഗ്നമാക്കുന്ന ഒരു അനുഭവമാണത്. അപ്പം ഞാൻ ആ അനുഭവത്തിലാണ് നിൽക്കുക. അപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യമുണ്ട്. എന്നെ രക്ഷിച്ച് ഇതിൽ നിന്നൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ വേറൊരു ജീവിതത്തിലേക്ക് എത്തി, പിന്നെ എന്തിനാണ് എന്നെ ഇതിലത്തെ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞു വിടുന്നത്? എൻ്റെ അസ്തിത്വത്തിലേക്ക് തന്നെ ദൈവം എന്നെ മടക്കി വിടുവാണ്. അപ്പം ഞാനിവിടെ പ്രാർത്ഥിച്ച് നമ്മൾ മാലാഖിയായെന്ന് വിചാരിച്ചല്ല നിങ്ങൾ ഇരിക്കുന്നത്. ദൈവം നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു മാലാഖിയോ ആയിട്ടില്ല, നിങ്ങൾ ഒരു വിശുദ്ധനും ആയിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മാനുഷികമായ ആ സംഗതികൾ അതിപ്പോഴും എന്തുമാത്രം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ എനിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ ആ സംഗതികളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാകുക, ഇത് പണ്ടത്തെക്കാളും പിന്നത്തെ ആയിട്ട് നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇതൊരു ആത്മീയ അനുഭവമാണ്, ആത്മീയ തലമാണ്. അതങ്ങനെ അനുഭവിച്ചവർക്ക് മാത്രം അത് മനസ്സിലാകുള്ളായിരിക്കും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇതൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ലേ, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ഈ മുറിവുകൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇതെന്താണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരും. അപ്പം എൻ്റെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. അതായത് നമ്മളുടെ കുറവുകളെല്ലാം ഈ ലോകത്തിൻ്റെ നടുക്ക് നമ്മളെ കൊണ്ട് നിർത്തി ദൈവം അതെല്ലാവരോടും പറയുകയും അവർക്ക് പ്രത്യക്ഷത്തിൽ അത് കാണുകയും ചെയ്യുന്ന ഒരു അനുഭവമാണത്. അപ്പം നമ്മൾ അവിടെ നമ്മുടെ ഈഗോ പിന്നെയും തകരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കും. അതായത് നമ്മൾ പറയൂലേ, കഷ്ടപ്പാടൊക്കെ ഉണ്ടാവണം എന്നാലാണ് ജീവിക്കാൻ പഠിക്കാമെന്ന് പറയൂലേ, അതുപോലത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ അനുഭവമാണ് ഇത്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ട് കുറേ വർഷമായിട്ടുണ്ടാവും, നിങ്ങൾ സ്പിരിച്വൽ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തെ പോലും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ദൈവം നിങ്ങളുടെ ഉള്ളിൽ എന്തുമാത്രം മാനുഷികതയുണ്ട് എന്ന്, അതായത് യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു, യേശുക്രിസ്തു എന്ന ആ ഒരു അതൊരു ആധ്യാത്മികതയായി പഠിക്കുവാണെങ്കിൽ, പക്ഷേ രക്തം വിയർക്കുന്ന സമയം എത്തിയപ്പോൾ ആ മാനുഷികത എന്തുമാത്രം യേശുവിലുണ്ട് എന്ന് യേശുവും അനുഭവിച്ചറിയുന്നു, അതെന്തുമാത്രം യേശുവിലുണ്ട് എന്ന് നമ്മളും അനുഭവിച്ചറിയുന്നു. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? ഈശോയുടെ നിസ്സഹായത നമ്മൾ കണ്ടു, ഈശോയിലെ മനുഷ്യനെ നമ്മൾ കണ്ടു. നിങ്ങളുടെ ഉള്ളിൽ ആ മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾ ഓടുമായിരുന്നു ആ മനുഷ്യനിൽ നിന്ന്. ഞാൻ ഓടുമായിരുന്നു. അത് എൻ്റെ ആ കുറവുകളിൽ നിന്ന്, എൻ്റെ ബലഹീനത, ഞാൻ ഓടുമായിരുന്നു. ഞാൻ പേടിച്ചിട്ട് ഈശോയുടെ പുറകിൽ പോയി ഒളിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ അതൊന്നും തെറ്റല്ല, പ്രാർത്ഥനയിൽ അഭയം തേടുന്നത് തെറ്റല്ല, സ്പിരിച്വാലിറ്റിയിൽ വളരുന്നത് തെറ്റല്ല, ഈശോയുടെ കൂടെ നിൽക്കുന്നത് തെറ്റല്ല. പക്ഷേ അവിടെ എല്ലാം നിങ്ങൾക്കൊരു തരം എസ്കേപ്പിസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കർത്താവ് ആവശ്യപ്പെടും. എന്നിട്ട് നിങ്ങളെ ഇതിൻ്റെ എല്ലാം നടുക്കിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് പറയും, ഇനി നീ ജീവിച്ച് കാണിച്ചു താ, നീ പഠിച്ചതും മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ കാര്യങ്ങളെ വെച്ച് നീ ജീവിച്ച്, ഇവിടെയാണ് നീ ഈശോയോടുള്ള സ്നേഹം തെളിയിക്കേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു വലിയ എന്താ പറയുക, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം, തീർച്ചയായിട്ടും വിശുദ്ധമായ ജീവിതം നയിക്കണം. പക്ഷെ ഒരു വലിയ തലത്തിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കണമെന്നില്ല.
ഇവിടെ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് കിട്ടിയാൽ മതി. അതായത് സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ 100% മാർക്ക് മേടിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങൾ സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള സാധാരണ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടിയാലും മതി. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിലൊന്നും പെടാതെ ഒന്ന് ജീവിച്ച് കാണിച്ചാൽ മതി. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ പോകണ്ട, വലിയ ആധ്യാത്മിക പ്രസംഗങ്ങൾ ചെയ്യാൻ പോകണ്ട. മറിച്ച് നിങ്ങൾ അവനവൻ്റെ ജീവിതം ജീവിച്ച് നല്ലപോലെ കാണിച്ചു കൊടുക്കുക. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു ജീവിത പങ്കാളി എന്ന നിലയിൽ, ഒരു സമൂഹത്തിലെ ആളെന്ന നിലയിൽ നിങ്ങൾ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതൊരു ഒഴുക്കിനെതിരെയുള്ള നീന്തലായിരിക്കും. അതായത് അവരൊക്കെ പച്ച മനുഷ്യരാണ്. അപ്പോൾ അവരവരുടേതായ സ്വഭാവം കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ആത്മീയത വെച്ചുകൊണ്ട് വേണം പെരുമാറാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആസ് എ ചലഞ്ച്, അതൊരു ഡെയിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദേഷ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തോന്നുന്നു എല്ലാവരും ദേഷ്യപ്പെടുന്നതല്ല, എനിക്ക് ദേഷ്യപ്പെട്ടാൽ എന്താ കുഴപ്പം, എൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ, ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴൊക്കെ ദൈവം നമ്മളോട് പറയും, ഒരു അവശിഷ്ട ഭാഗമാണ് നിങ്ങൾ, ഒരു കുറച്ച് ഭാഗമാണ് നിങ്ങളുള്ളൂ. അപ്പം നിങ്ങളും മറ്റുള്ള മനുഷ്യന്മാരെ പോലെ ഒഴുക്കിനൊപ്പം പോവരുത്, നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്തണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്ന പാഠങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഞാൻ പഠിപ്പിച്ചു തന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട്, ഞാൻ പഠിപ്പിച്ചു തന്ന ആധ്യാത്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുക. വെറും മനുഷ്യനായിട്ട് ജീവിക്കുക, വെറും മനുഷ്യനായിട്ട്, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. ഏതൊരു വിശുദ്ധരും അവർ നല്ല മനുഷ്യരായിരുന്നു ആദ്യം, അല്ലേ? വിശുദ്ധി എന്നത് അവരുടെ ജീവിതം കൊണ്ട് അവർ നേടിയെടുത്ത ഒരു വരം. അത് അവരുടെ ആത്മീയതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം ഒരു നല്ല മനുഷ്യനാകണം, ഒരു പച്ച മനുഷ്യനാകണം. ആ മനുഷ്യനാകുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സുവിശേഷത്തെ ജീവിതമാക്കി മാറ്റേണ്ടത്. അപ്പം ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, എനിക്ക് കാര്യമായിട്ട് പ്രസംഗിക്കാൻ തോന്നുന്നില്ല, കാര്യമായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പെരുമാറാം, ഒരു നല്ല മനുഷ്യനാണെന്ന് അവരെന്നെ ഓർക്കുക. അല്ലെങ്കിൽ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനെ നാൻസി എന്ന് പറയുന്ന ഒരാൾ അത് ഇങ്ങനെ നേരിടുന്നത് എന്നുള്ളത് ഒരു സുവിശേഷമായി മാറണം. കാരണം അത് ശരിയാണ്, എനിക്ക് 100% നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നാലും ദൈവത്തെ അറിഞ്ഞ ഒരു മനുഷ്യൻ വ്യത്യസ്തമായ ഒരു സ്വഭാവ പ്രത്യേകത കാണിക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രത്യാശ നൽകും, ഒരുപാട് പേർക്ക് പ്രകാശമായിട്ട് മാറും. അപ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, നിങ്ങളിലൂടെ ദൈവം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന സുവിശേഷം അത് ചിലപ്പോൾ ഒരു ശാന്തമായ ജീവിതമാകും. ചിലപ്പോൾ ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ ഉണ്ടാവില്ല, വെറുതെ എങ്ങനെ ജീവിക്കുക, നിശബ്ദമായ നന്മ ചെയ്യുക, ശാന്തമായിട്ട് ജീവിക്കുക, ഇതൊക്കെ ആയിരിക്കാം. അത് ചെയ്യാനുള്ള പരിശീലനമാണ് സ്പിരിച്വാലിറ്റി ദൈവം നിങ്ങൾക്ക് തന്നത്. ആ പരിശീലനം നേടിക്കഴിഞ്ഞ് ഞാൻ സ്പിരിച്വലായിട്ട് മാത്രം ജീവിച്ചോളൂ, ഞാൻ സ്പിരിച്വലാണ്, ഞാൻ വലിയ ആത്മീയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു, ഞാൻ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നു, അങ്ങനെയല്ല. കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനോടും ചിരിച്ചുകൊണ്ടും തോളി തട്ടിക്കൊണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ടും ഒക്കെ നിങ്ങൾ പറയാൻ ശ്രമിക്കേണ്ട ഒരു സുവിശേഷമുണ്ട്. ഒരു നല്ല മനുഷ്യനാവുക, ഒരു നല്ല പച്ച മനുഷ്യനാവുക. ഞാനിതൊക്കെ പഠിക്കുന്നതോറും മനസ്സിലാക്കുന്നതോറും എൻ്റെ ഉള്ളിലെ മാനുഷികത വളരെ പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പച്ച മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കരയുകയാണ്, ഞാൻ നിലവിളിക്കുകയാണ്. എനിക്ക് മനുഷ്യന്മാരുടെ എല്ലാ സ്വഭാവം ഇപ്പം എനിക്കുണ്ട്. ഞാൻ പണ്ട് ഇങ്ങനെ ദൈവത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഏതൊരു കാര്യം വരുമ്പോൾ ഒരു ആത്മീയ തലത്തിൽ ചിന്തിച്ചു. പക്ഷേ ഇപ്പം ഞാൻ ഏതൊരു കാര്യം വരുമ്പോൾ ഒരു മനുഷ്യൻ എന്തായിരിക്കും അതൊരു ഫേസ് ചെയ്യുക, അവൻ എന്തായിരിക്കും അപ്പം മനസ്സിൽ ഫേസ് ചെയ്യുക. അങ്ങനെ മനുഷ്യന്മാരുടെ ഭൂമിയിലെ സംഘർഷങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യനാക്കി ദൈവം നിങ്ങളെ മാറ്റുന്ന ഒരു ആത്മീയ തലമുണ്ട്. കാരണം നമ്മളൊക്കെ മനുഷ്യനാണ്, നമ്മളൊക്കെ ഭൂമിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ദൈവത്തെ അറിയണം. ആ അറിവും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു നല്ല മനുഷ്യനാവാൻ സഹായിക്കണം. അങ്ങനെ നല്ല മനുഷ്യരാവണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് മോശം മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കത് മതവിശ്വാസത്തിൻ്റെ ഒപ്പം ജീവിക്കാത്ത മനുഷ്യരെ നിങ്ങൾ കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവുക. അസൂയയും വെറുപ്പും മത്സര ബുദ്ധിയും ഇതെല്ലാം ഉള്ളപ്പോൾ ഒരു ക്രിസ്ത്യാനി അവിടെ നിന്നിട്ട് പറയുവാണ്, എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത് മിണ്ടാണ്ടിരിക്കാനാണ്, ഞാൻ മിണ്ടാതിരിക്കും, ഞാൻ ഒരു ഫൈറ്റിനും പോകുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈശോ ജീവിക്കുന്നത്. അങ്ങനെ പറയുന്ന സുവിശേഷമാകാനാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ വിളിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആയിരങ്ങളോട് പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ കാണിക്കുന്ന നിശബ്ദത ഒരുപാട് പേർക്ക് ഒരു മാതൃകയായി മാറാം, നിങ്ങളൊരു പ്രകാശമായിട്ട് മാറാം. നിരാശയിൽ കഴിയുന്ന മനുഷ്യന്മാർക്ക് തോന്നാം, കണ്ടോ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, എന്നിട്ട് അയാൾ നോക്കിയാൽ ഒരു ഹോപ്പുള്ള മനുഷ്യനാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ്, അയാളെപ്പോലെ ആവണം. അല്ലെങ്കിൽ ഇയാളെ കാണുമ്പോൾ ഇയാളോട് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസമായി നമ്മുടെ പ്രവൃത്തിയും ജീവിതവും മാറണം. ഒരു സാധാരണ മനുഷ്യനായി, ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ മകനായി ഈശോ ജീവിച്ചില്ലേ, ഒരു നല്ല ജീവിതം നയിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അഴിച്ചുപണികൾ നടക്കുന്നതുകൊണ്ട് എൻ്റെ മാനുഷിക തലത്തെ ദൈവം ഇങ്ങനെ വിശുദ്ധീകരിച്ചുകൊണ്ടും തിരുത്തിക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മുറിവുകളെല്ലാം ദൈവം തുറന്നു വെച്ചു.
എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നു. എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ എന്തുമാത്രം തീവ്രമുള്ള എൻ്റെ ബലഹീനതകളെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കും തോറും എനിക്ക് എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാണ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വലിയ ആളായിട്ടില്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ മനുഷ്യപ്പറ്റോടുകൂടെ മനുഷ്യരോട് പെരുമാറാൻ തുടങ്ങുവാണ്. നല്ല മനുഷ്യനാക്കുന്ന, കഠിന ഹൃദയം എടുത്തു മാറ്റി ഒരു സരള ഹൃദയരാക്കി നമ്മളെ മാറ്റുന്ന ഒരു പ്രോസസ്സുണ്ട് സ്പിരിച്വാലിറ്റിയുടെ ഒരു തലത്തിൽ. അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും അതിനോട് സഹകരിക്കാനും ഈശോയുടെ കരം പിടിച്ചൊരു നല്ല പച്ച മനുഷ്യനായി ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. മാനസികമായ വികാരങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ആമേൻ.